ഇന്ന് നമ്മൾ ഒരു വളരെ കളർഫുള്ളായിട്ടുള്ള ക്രോട്ടൺ എന്ന് പറയുന്ന പ്ലാന്റിന്റെ പ്രൊപ്പഗേഷനാണ് നോക്കാൻ പോകുന്നത്. രണ്ട് ടൈപ്പ് പ്രൊപ്പഗേഷനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്രോട്ടൺ പ്ലാന്റ്. ഇത് മാത്രമല്ല, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റീസ് ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് കാണിക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് രണ്ട് രീതിയിൽ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഇങ്ങനത്തെ ഒരു അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമ്മാണ്. അതുപോലെ തന്നെ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഇലയും എടുക്കുക. ബാക്കി എങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ടത് എൻ്റെ കയ്യിലുള്ള ക്രോട്ടൻ്റെ കുറച്ച് വെറൈറ്റീസ് ആണ്. അപ്പോൾ ഇനി നമ്മൾ ഇതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് ആദ്യം തന്നെ ഞാൻ പറയാം. നമുക്ക് ക്രോട്ടൺ സ്റ്റെം പ്രൊപ്പഗേഷനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ലീഫ് പ്രൊപ്പഗേഷനും ഉണ്ട്. അതിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ലീഫ് പ്രൊപ്പഗേഷൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ കൂടുതലും അത് യൂസ് ചെയ്യുന്നത് ഒരു ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റെം പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്നുള്ളത് ആദ്യം നോക്കാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റെം എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു 6 ഇഞ്ച് നീട്ടം കിട്ടിയാൽ മതി ഒരു സ്റ്റെമ്മിൻ്റെ. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഈ ഒരു താഴത്തെ 2 ഇല നമ്മൾ റിമൂവ് ചെയ്യണം. ഇതൊന്ന് നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഇല, ഇതിൻ്റെ ഇല ഉണ്ടല്ലോ, ഈ ഇലയൊക്കെ നമുക്കൊരു ഹാഫ് വെച്ച് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഇലയെല്ലാം ഹാഫ് വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ പോലെ തന്നെ പോട്ടിംഗ് മിക്സർ നിറച്ചിട്ട് അതിനകത്തേക്ക് നടുകയാണ് ചെയ്യുന്നത്. പോട്ടിംഗ് മിക്സർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിന പ്രൊപ്പഗേഷൻ്റെ വീഡിയോ കണ്ടാൽ മതി. അതിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രോട്ടൻ്റെ സ്റ്റെം പ്രൊപ്പഗേഷൻ. അതുപോലെ തന്നെ നട്ടാലോടനെ നനച്ചു കൊടുക്കുക. ഇതിനി വേര് പിടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ലീഫ് ഉണ്ടല്ലോ, അകത്തുനിന്ന് വരുന്ന ലീഫൊക്കെ നല്ല രീതിയിൽ വളർന്നു വരും. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ നട്ടോർണം കാണിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നട്ടിട്ടുള്ള പ്ലാന്റാണിത്. ഇതിൽ 5 പീസ് ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 5 പീസിനെയും സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് വേറെ ഓരോ പോട്ടിലേക്ക് നടാം. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതുണ്ട് നമ്മൾ ഹാഫ് വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഇലകളാണ് ഇതൊക്കെ. എടുത്ത് കാണിക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട്. കണ്ടോ, റൂട്ട് വന്നിട്ടുണ്ട്. പുതിയ ഇലകൾ വരാൻ തുടങ്ങുന്നതാണിത്. ഇതിനി നമ്മൾ ഇപ്പോൾ നട്ട പോലെ തന്നെ വേറൊരു പോട്ടിലേക്ക് പോട്ടിംഗ് മിക്സർ നിറച്ചിട്ട് മാറ്റി വെച്ചാൽ മതി. വേര് പിടിപ്പിക്കാൻ വേണ്ടി നമ്മളിതിനെ ഒരുമിച്ച് ഒരു ചട്ടിയിൽ നട്ട് വെച്ചാലും മതി. ഒരു 5 6 ഒരുമിച്ച് വെക്കാം. എന്നിട്ട് നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ചട്ടിക്കകത്തേക്ക് നട്ടാൽ മതി. പിന്നെ നടുക്കൊരു ദ്വാരം ഉണ്ടാക്കിയിട്ട് വേരിന് പ്രോബ്ലംസ് ഒന്നും വരാതെ ഇറക്കി വെക്കുക. അപ്പോൾ ഇനി നമ്മൾ ഈ ക്രോട്ടൺ പ്ലാന്റിന്റെ ലീഫ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ച് ഹോം ഡെക്കറേഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഇത് കുറച്ചുകൂടി ആപ്റ്റ് ആയിരിക്കുക. കാരണം ഇതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇല അടർത്തിയെടുക്കുക ചെടിയിൽ നിന്ന്. എന്നിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇതിങ്ങനെ മുക്കി വെക്കുക. ഇങ്ങനെ മുക്കി വെച്ച് കഴിഞ്ഞിട്ട് ഒരു 3 ആഴ്ച അല്ലെങ്കിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ട് ഒരു 3 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റൂട്ട് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇത് മണ്ണിലേക്ക് മാറ്റി നടാം. മാറ്റി നടുവാണെങ്കിൽ അതിൽ നിന്ന് പുതിയ മുള വന്നിട്ട് പുതിയൊരു ചെടിയാകും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ തന്നെ ഒരു ഗ്ലാസ്സിൽ വെച്ചിട്ട് നമുക്കൊരു ഫ്ലവർ വേസ് പോലെ നമുക്കിതിനെ യൂസ് ചെയ്യാം. ഒരു നമ്മുടെ ഡൈനിങ് ടേബിളിൽ അല്ലെങ്കിൽ ലിവിങ് റൂമിൽ നമുക്ക് വെക്കാം. ഇതിന് അധികം സൺലൈറ്റിൻ്റെ ആവശ്യമില്ല. ബ്രൈറ്റ് ആയിട്ടുള്ള പ്ലേസ് വേണം, എന്നാലും അധികം സൺലൈറ്റിൻ്റെ ആവശ്യമില്ല, ഇരുന്നോളും. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ നമ്മുടെ ലക്കി ബാമ്പു
ഇതൊരു ഡ്രസീന ഇനത്തിൽപ്പെട്ടിട്ടുള്ള സാധനമാണ് ലക്കി ബാമ്പു എന്ന് പറയുന്നത്. നമുക്ക് ഇതുപോലെ ലക്കി ബാമ്പുവിന്റെ കൂട്ടത്തിലൊക്കെ ഇതിന്റെ ലീഫ് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതായത് കണ്ടില്ല, നമ്മളിപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഉണ്ടാവും. ഇത് ഞാൻ നേരത്തെ ഇട്ട് വെച്ചാണ്. ഇപ്പോൾ ഇട്ട് വെച്ചിട്ട് ഏകദേശം ഒരു 2 മാസമായിട്ടുണ്ട്. അപ്പോൾ ഇതാ നോക്കിയാൽ കാണാം, ഇതിൻ്റെ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിന് റൂട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാറ്റി നടാനുള്ള സമയം കഴിഞ്ഞു. പക്ഷേ ഞാൻ നടാത്ത എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ആവശ്യത്തിനുള്ള ക്രോട്ടനൊക്കെ ഞാൻ സ്റ്റെം പ്രൊപ്പഗേറ്റ് ചെയ്താണ് എടുക്കുന്നത്. ഇത് ഞാൻ ശരിക്കും ഒരു ഡെക്കറേഷനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. റൂമിൻ്റെ അകത്താണ് ഇത് ഞാൻ വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് പുറത്തേക്ക് എടുക്കേണ്ടതാണ്. അപ്പോൾ എനിക്കിതിങ്ങനെ യൂസ് ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞില്ലേ, വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യുമ്പോഴത്തേക്കിനും എൻ്റെ വളർച്ച ഭയങ്കര സ്ലോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഡെക്കറേറ്റീവ് പർപ്പസിന് യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഇങ്ങനെ വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്താൽ മതി. ഏറ്റവും ഈസി, അതുപോലെ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ളത് മണ്ണിൽ നടന്നു തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം.